ഈ എഴുതിവിട്ട ആളുകളില്ലേ, അങ്ങനത്തെ ആളുകളൊക്കെ നമ്മുടെ കേരളത്തിലും കഴിഞ്ഞു പോയില്ലേ? ഉമ്മ സലാം പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. സി എം മടവൂരിന്റെ ചരിത്രത്തിലുണ്ട്. കോഴിക്കോടിലെ ഒരു സി എം മടവൂരി എന്ന് പറയുന്നയാള്, ആ സി എം മടവൂരിന്റെ ചരിത്രത്തിൽ എന്താ എഴുതിയത്? ഉമ്മ വന്ന് വിളിച്ചപ്പവരെ മിണ്ടാത്ത വലിയവര് റിയാളാ. ഉമ്മ വിളിച്ചിട്ട് മുണ്ടുന്നില്ല. ഉമ്മ അസ്സലാമു അലൈക്കും എന്ന് മോനോട് സലാം പറയുമ്പോ ഒരു പെറ്റുമ്മ മോനെ വിളിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോ, ഓ മോനെ, അള്ളാന്റെ രക്ഷയും സമാധാനവും നിനക്കുണ്ടാകട്ടെ എന്ന് പെറ്റുമ്മ ഒരു മോനെ വിളിച്ചു പറയുമ്പോ ഉമ്മയോട് സലാം അടക്കാത്തവൻ വലിയാണോ, യഥാർത്ഥത്തിലുള്ള മുസ്ലിമാണോ? ചിന്തിച്ചു നോക്കൂ. സി എം മടവൂര് അദ്ദേഹത്തിന്റെ ഔലിയാ പദവിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ റിയാളാന്നാണ് അവര് പറയുന്നത്. ആ റിയാളയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ കഴിച്ചു കൂട്ടുമ്പോ ആ പ്രത്യേകമായ പരിശീലനത്തിനിടക്ക് ഉമ്മയൊരിക്കൽ പറയുന്നു അസ്സലാമു അലൈക്കും എന്ന് സി എമ്മിനോട് സലാം പറഞ്ഞപ്പോ സി എം മടവൂരും മടക്കാതെ കാലം കഴിച്ചു കൂട്ടി. അങ്ങനെ വേറൊരു പണ്ഡിതൻ വന്ന് പറഞ്ഞു അത്രേ. വേറൊരു പണ്ഡിതൻ വിമർശിച്ചു, നിങ്ങൾ എന്ത് പണിയായെടുക്കുന്നത്? ഉമ്മ സലാം പറഞ്ഞിട്ട് മടക്കാത്ത റിയാളയോ? അങ്ങനെ ഉമ്മാക്ക് ആ പണ്ഡിതന്റെ നിർബന്ധപ്രകാരം ഇയാൾ ഒരിക്കൽ സലാം മടക്കി. സലാം മടക്കിയതും കുടുങ്ങി. എന്താ? ഇയാളുടെ പരിശീലനം പിന്നെയും 1-ാം തീയതി മുതൽക്ക് പിന്നെയും തുടരേണ്ടി വന്നു. അനാ 3 കൊല്ലം എന്ന് വിചാരിച്ചിട്ട് ആ പരിശീലനം തുടങ്ങിയത്. 2 കൊല്ലം കഴിഞ്ഞപ്പോഴാ ഉമ്മാക്ക് സലാം അടക്കണത്. ഉമ്മാക്ക് സലാം അടക്കിയോടുകൂടെ ഇതുവരെ പഠിച്ചതൊക്കെ ക്യാൻസലായി. ഇനിയിപ്പോ സലാം അടക്കിയത് മുതൽക്ക് ഇനി 3 കൊല്ലം പിന്നെയും തുടരണം പരിശീലനം. അങ്ങനെ 5 കൊല്ലം പരിശീലനം നടത്തേണ്ടി വന്നു. ആ 5 കൊല്ലത്തിനിടക്ക് ഒരു ഗ്ലാസ് ചുടുവെള്ളം മാത്രമാണ് കുടിച്ചിരുന്നത്. ഇങ്ങനെയുണ്ട് ഇസ്ലാമിൽ? ഇങ്ങനെയുണ്ട് ഇസ്ലാമിൽ? ഊണും ഉറക്കും അതൊന്നുമേ കൂടാതെ ഇങ്ങനെ പുറത്ത് നടക്കുക. അങ്ങനെയുണ്ടോ? ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാതെ ഇബാദത്തെടുക്കാൻ വരെ ഇസ്ലാം സമ്മതിച്ചിട്ടില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു എന്ന സഹാബിയാണ്. ആ സഹാബിയെ പറ്റി സഹാബ ഭാര്യ ഒരു കംപ്ലൈന്റ് കൊടുക്കുകയാണ്. റസൂലുള്ളാഹിയുടെ സദസ്സിലേക്ക് കംപ്ലൈന്റ് എത്തുന്നു. എന്താ പരാതി? അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഭർത്താവ് തന്റെ കാര്യത്തിലൊന്നും ശ്രദ്ധയില്ല. അങ്ങനത്തെ ഒരു പരാതി കിട്ടുന്നു. എന്തേ കാരണം? അദ്ദേഹം രാത്രിയിൽ മുഴുവൻ നിസ്കാരം തന്നെ, ഉറങ്ങുന്നേ ഇല്ല. പകൽ മുഴുവനും നോമ്പ് തന്നെ, ഭക്ഷണം കഴിക്കുന്നേ ഇല്ല, ഞാനുമായി ജീവിതം പങ്കിടുന്നില്ല. ഇങ്ങനത്തെ ഒരു ഭർത്താവ് എനിക്കുണ്ടായിട്ട് എന്ത് കാര്യമാണ് എന്ന് സഹാബ വനിതയത പുന്നാര നേതാവിനോട് കംപ്ലൈന്റ് പറയുന്നു, ആവലാതി ബോധിപ്പിക്കുന്നു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? ഓ, എന്റെ മുരീദന്മാരൊക്കെ വളരെ ഉഷാറാണല്ലോ, ഉറങ്ങാതെ നിസ്കാരത്തിൽ തന്നെ, എന്നെന്നും നോമ്പ് തന്നെ, വല്ലാത്ത മുരീദ് തന്നെ എന്ന് പറഞ്ഞ മുത്ത മുസ്തഫ മേനി നടിച്ചുവോ? ഇല്ല. കാരണം അവിടുന്ന് പഠിപ്പിച്ച ഇസ്ലാം വേറെയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ ഈ സഹാബിയെ വിളിപ്പിക്കുന്നു. വിളിപ്പിച്ചിട്ട് ചോദിക്കുന്നു, നിങ്ങളാണോ ഇങ്ങനെ ചെയ്തത്? നിങ്ങളാണോ ഈ രൂപത്തിൽ പ്രവർത്തിച്ചത് എന്ന ചോദ്യം. നിങ്ങളെപ്പറ്റി ഇങ്ങനെ പരാതി കിട്ടിയിട്ടുണ്ട്, ആ പരാതി ശരിയാണോ? അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു അവർക്കൊന്നും കളവ് പറഞ്ഞിട്ട് ശീലമില്ലല്ലോ, സഹാബത്തല്ലേ, ഉന്നതന്മാരാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോ ഉള്ളതുപോലെ സമ്മതിച്ചു കൊടുക്കുന്നു. ഓ നബിയെ, കേട്ടതൊക്കെ സത്യം തന്നെ, ഞാൻ ഉറങ്ങാറില്ല, നിസ്കാരം തന്നെയാണ്, പകലെനിക്ക് നോമ്പ് തന്നെയാണ്, ഞാൻ അത്ര ശ്രദ്ധിക്കാറൊന്നുമില്ല നബിയേ. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഓ അംറേ, ഇന്നലി ഐനൈക അലൈക ഹഖാ വ ഇന്നലി സൗജിക അലൈക ഹഖാ. ഓ അംറേ, നിനക്ക് നിന്റെ ശരീരത്തോട് ചില കടമകളുണ്ട്, അത് നിർവഹിച്ചേ പറ്റൂ. നിനക്ക് നിന്റെ കണ്ണുകളോട് ചില കടമകളുണ്ട്, അത് നിർവഹിക്കാൻ ഉറങ്ങിയേ പറ്റൂ. നിനക്ക് നിന്റെ ഭാര്യയോട് ചില കടമകളുണ്ട്, അത് നിർവഹിച്ചേ പറ്റൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട സഹാബി, ആ സഹാബിയോട് നിർദ്ദേശം കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബത്തിന് ഒരു കാര്യം അനുവദനീയമല്ലെങ്കിൽ
നബിയുടെ ഒരു സഹാബി ഇങ്ങനെ ചെയ്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ തിരുത്തിയെങ്കിൽ അതാ പിൽക്കാലത്ത് വന്നവർ പറയുന്നു എന്ത്? അതാ ഉറങ്ങാതെ നലവേറും ഈശ തോളുതൊരു ഊതുവാലെ 40 സുബ്ഹി തോളുതോവറി 40 കൊല്ലം ഉറക്കമില്ല, രാത്രിയിൽ ഇബാദത്ത് തന്നെ, ഊണും ഉറക്കും അതൊന്നുമേ കൂടാതെ, ഊണും ഉറക്കും അതൊന്നും കൂടാതെ, ഊണില്ല ഉറക്കമില്ല, അങ്ങനെ കഴിച്ചു കൂട്ടുന്നു. റിഫായി ശൈഖിന്റെ മുമ്പിലേക്ക് ഒരിക്കൽ അവരുടെ കഥയിൽ പറയുന്നു, ഒരിക്കൽ റിഫായി ശൈഖിന്റെ അടുത്തേക്ക് ഒരു ഭൃത്യൻ ഭക്ഷണം കൊണ്ടുവരുന്നു. ഭക്ഷണം കെട്ടിയപ്പോ റിഫായി ശൈഖ് പറയാണ്, സമയമായിട്ടില്ല, എന്റെ സമയമാകുമ്പോ ഭക്ഷണം കൊണ്ടുവന്നാൽ മതി. അപ്പൊ മുരീദിന്റെ ചോദ്യം, എപ്പോഴാ നിങ്ങളെ സമയം? നിങ്ങളെ സമയം എന്ന് പറഞ്ഞാൽ തരക്കടില്ല, അപ്പൊ എനിക്ക് കൊണ്ടുവരാലോ. അപ്പൊ റിഫായി ശൈഖ് പറയുകയാണ്, ഇനിയും കൊല്ലം 7 എണ്ണം കഴിയണം, 7 കൊല്ലം കഴിഞ്ഞിട്ട് മതി എനിക്ക് ചോറ്, എനിക്ക് ഭക്ഷണം അപ്പ മതി. എന്തേ കാരണം? ഞാൻ അള്ളാഹിനോടൊരു കരാറെടുത്തിട്ടുണ്ട്, അല്ലാ കുല വലാ ശറബ 10 സിനീൻ, ഞാൻ ഭക്ഷണം കഴിക്കുന്നതല്ല, വെള്ളം തൊടുന്നതല്ല 10 കൊല്ലത്തിന്റെ ശേഷമല്ലാതെ എന്ന് ഞാനൊരു കരാറെടുത്തിട്ടുണ്ട്. അതിൽ 3 കൊല്ലമേ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കി 7 എണ്ണം ബാക്കി തന്നെ. 7 കൂടി കഴിഞ്ഞിട്ട് ഭക്ഷണമുള്ളൂ. ഇസ്ലാമാണോ? പ്രിയപ്പെട്ട സഹോദര, സുന്നത്ത് ജമാഅത്ത് എന്ന് വെറുതെ പറഞ്ഞാൽ മതിയോ? ഏത് സുന്നത്തിലാ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത്? ഏത് ജമാഅത്താ ഇങ്ങനെ ചെയ്യാൻ പഠിപ്പിച്ചത്? സ്വന്തം ഭാര്യയുമായി ജീവിതം പങ്കിടലല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്? വിവാഹം കഴിച്ച പെണ്ണിനെ കഷ്ടപ്പെടുത്തലാണോ ഔലിയാക്കളുടെ പദവി? വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ വിവാഹം തന്നെ ഒഴിവാക്കലല്ലാതെ, വിവാഹം കഴിച്ച കൊണ്ടുവന്ന പെണ്ണിനെ നോക്കാതെ കഴിച്ചുകൂട്ടി വലിയ കാര്യമായിട്ട് പറയുന്നു. എന്താ CM മടവൂരിനെ സംബന്ധിച്ച് പറയാണ്. എന്താണ് CMനെ കുറിച്ച് പറയുന്നത്? അദ്ദേഹം പെണ്ണൊക്കെ കെട്ടിയിട്ട് വീട്ടിൽ യാതൊരു ശ്രദ്ധയുമില്ല, ഭാര്യയുമേ തിരിഞ്ഞു നോക്കുന്നില്ല, ഭാര്യക്ക് ചെലവിന് കൊടുക്കുന്നില്ല. ഈ സംഗതി കണ്ട് മടുത്തിട്ട് സ്വന്തം പെങ്ങളായ ആമിനത്താത്ത പള്ളിയിലേക്ക് വരുന്നു. എന്തിനാ ആമിനാത്ത മടവൂർ പള്ളിയിലേക്ക് വരുന്നത്? നിസ്കരിക്കാനൊന്നുമല്ല. ആമിനാത്ത പള്ളിയിലേക്ക് വന്നത് CM അബൂബക്കർ എന്ന CM മടവൂർ എന്ന് പറയുന്ന ആങ്ങളെ വിളിക്കാനാ. എന്തിനാ ആമിനാത്ത വന്നിട്ട് വിളിക്കാണ്? അല്ല അബൂബക്കറേ, ഇങ്ങനെയൊക്കെ ചെയ്താലേ സ്വർഗത്തിൽ കടക്കൂ. അന്നെ പെറ്റ ഉമ്മാന്റെ അടുത്തേക്കൊന്നും പോവാതെ ഇങ്ങനെ പള്ളിയിലിരുന്നാൽ മതിയോ? ദർസിലെ കുട്ടികളെയൊക്കെ പുറത്താക്കിയത് എന്തിനാ? ഇതൊക്കെയാ നീ പഠിച്ചിരിക്കുന്നത്? മനസ്സിലാകാഞ്ഞിട്ട് ചോദിക്കാണ് ആമിനാത്താടെ ചോദ്യം. ആവിനാത്ത പള്ളിന്റെ സമീപത്ത് എന്നിട്ട് ആങ്ങളനെ വിളിക്കാണ്, CM അബൂബക്കറിനെ വിളിക്കാണ്. അല്ല ബോക്കറേ, ഇങ്ങനെയൊക്കെയാണോ പഠിച്ചത്? ഉമ്മാനെ നോക്കണ്ടേ, ഭാര്യനെ നോക്കണ്ടേ? ഇൽമു പഠിപ്പിച്ചു കൊടുത്തിരുന്ന ദർസിലെ കുട്ടികളെയൊക്കെ പുറത്താക്കിയിട്ടല്ലേ ഇപ്പൊ കഴിയുന്നത്? ഇതെവിടുന്ന് പഠിച്ച ദീനാ? മനസ്സിലാകാഞ്ഞിട്ട് ഈ പെങ്ങൾ ചോദിക്കാണ് എന്ന് ആമിനത്താത്താനോട് അവിടുന്ന് ഒരക്ഷരം മറുപടി പറഞ്ഞില്ല, മിണ്ടണില്ല. പെങ്ങൾ വന്ന് വിളിച്ചിട്ട് ഒരു കുലുക്കമല്ല. അപ്പോഴോ അനിയന്റെ ഭാവിയിൽ ആശങ്കാകുലയായ സഹോദരി തുടർന്നു. തന്റെ ആങ്ങളുടെ സ്ഥിതി ഇങ്ങനെ ആയാ പറ്റൂലല്ലോ. ആ ബേജാറിൽ ആമിനത്താത്ത പിന്നെയും വിളിച്ചു പറഞ്ഞു, അല്ല മോനെ, അനക്കൊരു കെട്ടിയവളില്ലേ, അവൾക്ക് എണ്ണയും സോപ്പും വേണോ എന്ന് വല്ല ചിന്തയും അനക്കുണ്ടോ? ആമിനത്താത്താന്റെ ചോദ്യമാണ്. അല്ല ബോക്കറെ, അല്ല മോനെ, അനക്കൊരു കെട്ടിയോളില്ലേ, അവൾക്ക് എണ്ണയും സോപ്പും വേണോ എന്ന വല്ല ചിന്തയും അനക്കുണ്ടോ? അന്ന് കൊടുക്കാറില്ല മൂപ്പര്. ഇവര് കെട്ടിയിട്ട് പോകുന്നതാ, തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതാണ് സംഭവം. ഔലിയപ്പാപ്പന്റെ ദർജ പറയണേ. അപ്പോഴേക്കെന്താ ഈ കാര്യമില്ലേ പറഞ്ഞത്? ഇതങ്ങ് കേട്ടപ്പോ മൂപ്പര് പിന്നെ പെങ്ങൾക്ക് മറുപടി ഒന്നും കൊടുത്തില്ല. ഉടനെ ഒരൊറ്റ വിളിയാണ്, മഹ്മൂദ്. മഹ്മൂദ് പള്ളിയുടെ മുകളിലുള്ള മഹ്മൂദ് മൂലയെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു പേപ്പറും കടലാസും ഒക്കെ കൊണ്ടുപോവാ. ഒരു പേപ്പറും കടലാസൊക്കെ വേഗം വരുത്തിയിട്ട് പറഞ്ഞു, എന്താ പരിപാടി? എഴുത്. മഹ്മൂദ് മുസ്ലിയാരോടൊരു കൽപ്പന, എഴുത്. പെരിയട്ടിച്ചാലിൽ അബൂബക്കർ ഹാജിക്ക് ചിറ്റടി മീത്തൽ മുഹമ്മദ് അബൂബക്കർ, നിങ്ങളുടെ മകൾ സൈനബയെ 1, 2, 3 തൊലാക്ക് ചൊല്ലി ഞാൻ പിരിച്ചിരിക്കുന്നു. കേട്ടോ, തൊലാക്കാട് ചൊല്ല ഒരു പ്രശ്നമല്ല. ഇതാണ് ഔലിയാക്കന്മാര്. കെട്ടിയോളെ ശ്രദ്ധിക്കാതിരിക്കുക, അതാരും ചോദ്യം ചെയ്യുന്നാൽ ഒരേ തലാക്കാണ് ചൊല്ല. ഇതൊക്കെ വലിയ കാര്യമായിട്ട് പറഞ്ഞതാ. മാത്രല്ല ഇദ്ദേഹത്തിന്റെ നിസ്കാരം എന്ന് പറയുന്ന സംഗതി ഇല്ല, നിസ്കരിക്കാറില്ല. മഹാനവറുകൾ നിസ്കരിക്കുന്നവര് കണ്ടോരില്ല.
പലപ്പോഴും നിസ്കാരം എന്ന പരിപാടിയില്ല. ചോദിച്ചാലോ ചോദ്യം ചെയ്തോനെ വീട്ടിൻ്റെ ഉള്ളിൽ പിടിച്ചിട്ട് കൈപ്പത്തി കാണിച്ചു കൊടുക്കലാണ്. കൈപ്പത്തി കാണിച്ചു കൊടുത്താൽ കാണാം ആ കൈപ്പത്തിയിൽ ഇങ്ങനെ അവിടെ ഇങ്ങനെ കഅബങ്ങനെ തെളിയാണ്, സ്ക്രീനിൽ കഅബ തെളിയാണ്. കഅബങ്ങനെ തെളിയുമ്പോൾ ജനങ്ങളൊക്കെ മക്കയിൽ അതോ നിസ്കാരത്തിനുള്ള തിരക്കിലാണ്. അവിടെ അങ്ങനെ നിസ്കാരം നടക്കുന്നു. ആരാ ഇമാമ്? CM മടവൂര്. CM മടവൂരിന്റെ കൈപ്പത്തിയിലേ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. CM മടവൂരിന്റെ കൈപ്പത്തിയിൽ കാണുകയാണ് സ്ക്രീനിൽ കഅബാലയത്തിലെ നിസ്കാരം നടക്കുകയാണ്. ആരാ ഇമാം? ഇമാം CM